ഹലോ ഗൈസ്, ഇവിടെ വന്നത് മുതൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ശകലം വെള്ളം ഒഴിച്ച് മാങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഊർമിള ഉണ്ണിയുടെ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായി തിരുന്നറിയില്ല. വെന്ത് വന്ന മാങ്ങയിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഈ ശർക്കരയും മാങ്ങയും ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി വിടാട്ടോ. അപ്പൊ അതെ, ആ ശർക്കരയിൽ കിടന്ന് മാങ്ങ നല്ല വഴണ്ട പരുവാകുന്ന സമയത്ത് വേണം ഇതിലേക്ക് തേങ്ങ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ. കഴിഞ്ഞിട്ടില്ല, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഇത് നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആ തേങ്ങയിൽ ഒഴിച്ച് അടിച്ചെടുത്താലും മതി. തൈര് ഒഴിച്ച് അധികം തിളച്ചു മറിയാൻ വെയിറ്റ് ചെയ്യേണ്ട, സ്റ്റവ് ഓഫ് ചെയ്തോളി. ഇനി വറവിടണം, അത് നെയ്യിൽ തന്നെ ഇടണം എന്നാണ് പറഞ്ഞത്. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. അതേ പറഞ്ഞാൽ ആ വറവ് കൂടി ഇതിലേക്ക് അങ്ങ് വന്നപ്പോഴാണ് ഇതിനൊരു ഭംഗി കൂടിയത്. മാമ്പഴ പുളിശ്ശേരിക്ക് ശരിക്കും നമ്മുടെ ഊമ്പിക്കുടിയൻ മാങ്ങയാണ് കേട്ടോ എടുക്കുക. ഞങ്ങൾ ആ മാങ്ങയൊന്നും അല്ല കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ മാങ്ങ ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് കയ്യോടെ ഒരു മാങ്ങ അങ്ങ് ഞാൻ പൊക്കിയിട്ടുണ്ടേ. എന്താ പൊന്നോ, എന്താ ഞാൻ പറയാ, സൂപ്പർ. സീരിയസ്ലി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ നെയ്യൊക്കെ ഒഴിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് ശരിക്കും ചോറിൽ ഒഴിച്ച് കഴിക്കുന്നതൊന്നും അല്ല കേട്ടോ ടേസ്റ്റ്. ഇങ്ങനെ അങ്ങ് കോരി കുടിച്ച് മാങ്ങയൊക്കെ ഊമ്പി കുടിക്കണം. ഞാൻ പോയിട്ടെ ഒരു മാങ്ങയും കൂടെ അങ്ങ് പൊക്കട്ടെ കേട്ടോ. ടാറ്റാ.